റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ BJPയിൽ ആശയക്കുഴപ്പം. മത്സരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രസക്തി ഇല്ലെന്നാണ് വിലയിരുത്തൽ. സമയവും അധ്വാനവും സാമ്പത്തികവും നഷ്ടമുണ്ടാകുമെന്നും നേതാക്കൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിർദ്ദേശമുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യ ദൗത്യമായി നിലമ്പൂർ ഏറ്റെടുക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ BJP ക്യാമ്പിൽ നിന്ന് വരുന്നത്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വൺസ് അഗെയിൻ, നിലമ്പൂരിൽ അങ്ങനെ BJP സ്ഥാനാർത്ഥി ഉണ്ടാവില്ലേ? താമര ഉണ്ടാവില്ലേ ഇക്കുറി നിലമ്പൂരിൽ? അങ്ങനെയാണെങ്കിൽ താമരയ്ക്ക് വളമിട്ടവർ ആർക്ക് വളമാകും? ഡോക്ടർ, ഇവിടെ ഈ ചർച്ച BJPക്കകത്ത് ഔദ്യോഗികമായി നടന്നിട്ടില്ല. കോർ കമ്മിറ്റി യോഗത്തിലൊന്നും ഔദ്യോഗികമായി നിലമ്പൂർ ഒരു അജണ്ടയായി എടുത്തിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ ദൗത്യമായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റെടുക്കുന്നതിൽ BJP നേതൃത്വത്തിനും രാജീവ് ചന്ദ്രശേഖറിനും താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലമ്പൂർ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസക്തിയുള്ള തെരഞ്ഞെടുപ്പായിരിക്കില്ല എന്നും കേരളത്തിൻ്റെ ഭരണത്തെയോ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെയോ സ്വാധീനിക്കാൻ അത് സാധിക്കില്ല എന്നും അതോടൊപ്പം തന്നെ ഇത് ഇടതു വലതു മുന്നണികൾ അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അതിൽ പങ്കെടുക്കേണ്ടതില്ല. കാരണം അതിൽ പങ്കെടുത്താൽ സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം മാത്രവുമല്ല, BJPയെ സംബന്ധിച്ച് അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഓരോ ജില്ലയിലും യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ മുഴുവൻ നേതാക്കന്മാരെയും സാമ്പത്തിക സ്രോതസ്സും പാർട്ടിയുടെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ ഫോക്കസും നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചാൽ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ യാത്രയെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് തൽക്കാലം മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു ആലോചനയാണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്നത്. മാത്രവുമല്ല, BJPയെ സംബന്ധിച്ച്, രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ആദ്യ ദൗത്യമാക്കിയാൽ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ തിരിച്ചടി അധ്യക്ഷൻ്റെ ഇമേജിനെ പോലും ബാധിക്കത്തക്ക രീതിയിലേക്ക് ആകാം. അതുകൊണ്ട് അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു പരീക്ഷണത്തിലേക്ക് പോകേണ്ടതില്ല. BJPയെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 12,000-ൽ പരം വോട്ട് BDJS മത്സരിച്ചപ്പോഴാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ K സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 17,000-ഓളം വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇടതു വലതു മുന്നണികൾ നേരിട്ട് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രത്യേകിച്ച് വലിയ സംഘടനാ സംവിധാനം ഇല്ലാത്ത നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ വലിയ തിരിച്ചടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രസക്തി ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് മുന്നിട്ടിറങ്ങി അതൊരു വലിയ നഷ്ടത്തിലേക്ക് പോകേണ്ടതില്ല. 9 മാസം മാത്രമാണ് ഇനി അവിടെ ഒരു MLAക്ക് ആയുസ്സുണ്ടാവുക. അതുകൊണ്ട് അത്തരമൊരു അപ്രധാനമുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർട്ടിയുടെ സമയവും സാമ്പത്തികവും ഇമേജും നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള ആലോചനയാണ് BJPക്കകത്ത് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും, ഈ നിലമ്പൂരിലെ BJPയുടെ വോട്ട് ബാങ്ക് എത്രയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി 13,000 വോട്ട് വരെയൊക്കെ പോയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ 6,000-നും 7,000-നും ഇടയിലൊക്കെയാണ് BJPക്ക് നിലമ്പൂരിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ കൂട്ടി നോക്കിയാലും ഒരു ശരാശരി 10,000 വോട്ടിൽ താഴെ മാത്രമാണ് BJPക്കുള്ളത്. പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ വന്നതിനു ശേഷം അതിലും വോട്ട് കുറയുകയാണെങ്കിൽ അത് വലിയ പ്രഹരവുമാവും. കുറയാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും അതിനേക്കാൾ ഉയർന്ന നിലയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലവിൽ നിലമ്പൂരിലില്ല. അത് മനസ്സിലാക്കുന്നുണ്ട് BJP, അല്ലേ? തീർച്ചയായിട്ടും അവിടെ 8,000 വോട്ടാണ് കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയത്. അതിന് മുന്നേ BDJS മത്സരിച്ചപ്പോൾ 12,300 വോട്ടെങ്ങാണ്ടാണ് കിട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രന് ഒരു 15,000-നടുത്ത് വോട്ട് കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയും വോട്ടുകളേ ഉള്ളൂ. അത് കിട്ടണമെങ്കിൽ പരമാവധി സംഘടനാ സംവിധാനം, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കിയാൽ ഇപ്പോൾ പുതുപ്പള്ളി ഏറ്റവും ഒടുവിൽ നടന്നപ്പോഴും BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇപ്പോൾ മറ്റു ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പരിശോധിച്ചാലും BJPക്ക് വലിയ നേട്ടം, പ്രത്യേകിച്ച് ഇടതു വലതു മുന്നണികൾ നിറക്കുന്നവർ മത്സരിക്കുമ്പോൾ BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പാലക്കാട് പോലും BJPക്ക് തിരിച്ചടി ഉണ്ടായി. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ, ഉപതെരഞ്ഞെടുപ്പുകൾ BJPക്ക് ഗുണം ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അവിടെ മത്സരിച്ച് ഇപ്പോൾ പാർട്ടിയുടെ അധ്വാനം, പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ്റെ ഇമേജ് ഒന്നും തൽക്കാലത്തേക്ക് മോശമാക്കേണ്ടതില്ല എന്നുള്ളതാണ്. ആ കിട്ടാൻ പോകുന്ന 8,000 വോട്ടെന്ന് പറയുന്നത് അവിടെ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊരു ചോദ്യമായിരിക്കും. അത് ഇടതു വലതു മുന്നണികൾ പരസ്പരം ആരോപണവുമായി രംഗത്തെത്തും. BJP ഇടതു മുന്നണിയെ സഹായിക്കുന്നു, BJP UDFനെ സഹായിക്കുന്നുമൊക്കെ തൽക്കാലം ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ടാവും. അതിന് മറുപടി BJP സംസ്ഥാന അധ്യക്ഷൻ പറയേണ്ടി വരും എന്ന് ഒഴിച്ചു നിർത്തിയാൽ 9 മാസത്തേക്ക് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിൽ വലിയ നഷ്ടമുണ്ടാവുകയും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ആലോചന. രഞ്ജിത്തെ, സാധാരണ നമ്മൾ പറയാറുണ്ട്, വിജയിക്കുക എന്നതല്ലല്ലോ പ്രാധാന്യം, പങ്കെടുക്കുക എന്നതല്ലേ എല്ലാ തോക്കാൻ പോകുന്ന കളിയിലും നമ്മൾ പറയാറുള്ളതാണ്. അങ്ങനെ പറയാൻ ഇത്തവണ BJP ഉദ്ദേശിക്കുന്നില്ല എന്നർത്ഥം.
തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടതില്ല. തൽക്കാലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്.